ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഐസി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റീബോൾ ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഒരുപാട് നിലവിലെന്താണ് ഒരുപാട് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് മെത്തേഡാണ്. അതായത് മുകളിലൊരു ഗ്ലാസിൻ്റെ പീസ് വെച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് നമുക്കിപ്പോൾ എന്താണ് ഒന്നൂടി പെർഫെക്റ്റ് അതായത് 100% പെർഫെക്റ്റ്. ബാക്കിയുള്ള മെത്തേഡൊക്കെയാണെങ്കിൽ നമ്മൾ ചിലപ്പം ഫസ്റ്റ് ട്രൈയിൽ കിട്ടില്ല, ഒരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡൊക്കെ ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലാസ് വെച്ച് ചെയ്യുമ്പോൾ നമുക്കെന്താണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റീബോളിങ് ഓക്കെ ആയി കിട്ടും. അതിന് നമുക്ക് ഇതേപോലത്തെ ചെറിയ ഗ്ലാസിൻ്റെ ഒരു പീസ് മതി. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ പീസ് അധികം തിക്നെസ് ഉള്ള എടുക്കരുത്. തിക്നെസ് ഇല്ലാത്തൊരു ഗ്ലാസ്. പല ആൾക്കാരും സ്ക്രീൻ ഗാർഡിൻ്റെ ഗ്ലാസ് കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ പല ഗ്ലാസുകൾ എടുക്കുന്നുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗ്ലാസിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് പക്കാ നോർമലാണ്. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ എവിടെ നിന്നാണ് എടുത്തത്, ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള ഗ്ലാസ് എവിടുന്ന് ഏത് മെത്തേഡിലാണ് എടുത്തതിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്ട് പോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഷോർട്ട് വീഡിയോ നോക്കിയാൽ ഈ ഗ്ലാസ് എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളത് മനസ്സിലാവും. സോ ഇതേപോലെ റീബോൾ ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് വേണ്ടത് അതായത് കോമൺ സെൻസിലാണെങ്കിലും അതേപോലെ അതിൻ്റെ പെർഫെക്റ്റ് സെൻസിലാണെങ്കിൽ പോലും നമുക്കെന്താണ് ഈ ഒരു ഗ്ലാസ് മെത്തേഡിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. സോ ഒരുപാട് വട്ടം നമ്മൾ PPL അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ചെറിയ രീതിയിൽ മാത്രം അപ്ലൈ ചെയ്യുക. അതായത് ഒരുപാട് വട്ടത്തിന് മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്താൽ അതിൻ്റെ മുകളിൽ അത് ചില ബോൾസ് വലുതും ചില ബോൾസ് ചെറുതുമായിട്ട് ആ ഒരു രീതിയിൽ ക്രിയേറ്റ് ആവും. സോ ഇതിൻ്റെ മുകളിൽ എന്താണ് ആവശ്യത്തിന് മാത്രം PPL നമ്മൾ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഗ്ലാസ് പീസ് ഇതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ് ഓരോ ബോളും കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ബോൾസ് പുറത്തോട്ട് വരുന്ന കംപ്ലയിൻറ്റോ ബോൾസ് മിസ്പ്ലേസ് ആവുന്ന കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താണ് കിട്ടും. ഈ ഒരു ഗ്ലാസ് മെത്തേഡിൽ ഞാൻ നോർമൽ മെത്തേഡിൽ ചെയ്യുമ്പം 270 ഹീറ്റും ഒരു 30 എയറുമാണ് യൂസ് ചെയ്യല്. പക്ഷേ ഈ ഒരു ഗ്ലാസ് മെത്തേഡിൽ നമുക്ക് 240 എയറും അതേപോലെ എന്താണ് 240 ഹീറ്റും ഒരു 40 എയർ അല്ലെങ്കിൽ 340 ഹീറ്റും ഒരു 40 എയറും യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. കാരണം ബോൾസ് പൊങ്ങി വരുന്ന കംപ്ലയിൻറ്റ്സോ അതേപോലെ സ്റ്റെൻസിൽ ബെൻഡ് ആവുന്ന ഇഷ്യൂയോ കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല ഈ ഒരു ഗ്ലാസ് മെത്തേഡിൽ. നോർമൽ മെത്തേഡിനേക്കാളും 100% എന്താണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് ഫസ്റ്റ് ട്രൈ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമോ മൂന്നാമത്തെ പ്രാവശ്യമോ ഒന്നും നമ്മൾ റീബോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ട്രൈ തന്നെ റീബോളിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് കിട്ടുക. ചില ബോൾസ് എന്താണ് പരന്നിട്ടുണ്ടാവും, ചില ബോൾസ് കറക്റ്റ് ലെവലുണ്ടാവും. സോ ഈ ഒരു കണ്ടീഷനിൽ എന്താണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഫ്ലെക്സ് ആഡ് ചെയ്തിട്ട് നോർമൽ ഹീറ്റ് അടിക്കുകയാണെങ്കിൽ എല്ലാ ബോളും ഒരേ ലെവലിൽ നമുക്ക് കിട്ടും. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലാസ് ഏത് മെത്തേഡിലാണ് അതായത് ഏത് പ്രൊഡക്റ്റിൻ്റെയാണ് ഞാൻ ആ ഗ്ലാസ് എടുത്തേക്കുന്നത്. ഇതൊരു ബ്രാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോലത്തെ ഒരു ഗ്ലാസ്സാണത്. സോ ആ ഒരു ഗ്ലാസ് എങ്ങനെയാണ് എടുത്തതെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റയിലും അതേപോലെ എന്താണ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അത് കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡിൽ ആ ഒരു ഗ്ലാസിൻ്റെ പീസ് എടുക്കാൻ പറ്റും. ആ ഒരു ഗ്ലാസിൻ്റെ പീസ് നമുക്ക് കറക്റ്റ് ഷേപ്പാണ്, കറക്റ്റ് തിക്നെസ്സും ഉണ്ട്, കറക്റ്റ് എന്താണ് വലിപ്പവുമാണ്. സോ നമുക്ക് എന്താണ് കട്ട് ചെയ്യേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഉപകാരമുള്ള വീഡിയോസ് ഇതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.